എല്ലാം ആരംഭിക്കുന്നത് ഒരു നെബുലയിൽ നിന്നാണ്. തണുത്ത മേഘങ്ങളും വാതകങ്ങളും നിറഞ്ഞ മേഖലയിൽ ശക്തമായ ഗുരുത്വാകർഷണം കാരണം ഇതെല്ലാം ഒന്നു ചേർന്ന് ഒരു പ്രോട്ടോൺ സ്റ്റാർ ജനിക്കുന്നു. നക്ഷത്രം ജനിക്കുന്നതിൻ്റെ ആദ്യഘട്ടം. പ്രോട്ടോൺ സ്റ്റാറിൽ താപനിലയും മർദ്ദവും കൂടി വരുന്നതോടെ ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിക്കുന്നു. ഹൈഡ്രജനും ഹീലിയവും ഒന്നു ചേർന്ന് ശക്തമായ ഊർജം പുറപ്പെടുന്നു. ഒരു നക്ഷത്രം ജ്വലനം ആരംഭിക്കുന്നു. ഈ നക്ഷത്രം കോടിക്കണക്കിന് വർഷങ്ങളോളം അതിൻ്റെ കോറിൽ ഹൈഡ്രജൻ ഫ്യൂഷൻ നടക്കുന്നതോടെ ജ്വലിക്കുന്നു. എന്നാൽ ഹൈഡ്രജൻ വാതകം കുറയുന്നതോടെ ഇതില്ലാതാവുന്നു. ഇതോടെ നക്ഷത്രത്തിൻ്റെ പുറംഭാഗം വികസിക്കുന്നു. നക്ഷത്രം ഒരു റെഡ് ജയൻറ്റ് അല്ലെങ്കിൽ റെഡ് സൂപ്പർ ജയൻ്റായി മാറുന്നു. ചെറിയ നക്ഷത്രങ്ങൾ അവയുടെ പുറംപാളികളില്ലാതായി വൈറ്റ് ഡ്വാർഫായി മാറുന്നു. അത് തണുത്ത് പിന്നീട് ഒരു ബ്ലാക്ക് ഡ്വാർഫും ആവുന്നു. പിന്നീട് ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച് ഒരു സൂപ്പർ നോവായി ആവുന്നു. പിന്നീട് എന്തവശേഷിക്കുമെന്നത് നക്ഷത്രത്തിൻ്റെ മാസിനെ അനുസരിച്ചിരിക്കും. ചെറിയ നക്ഷത്രങ്ങളാണെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ, എന്നാൽ അതിൻ്റെ കോറിൽ കൂടുതൽ മാസുള്ളതാണെങ്കിൽ ഗ്രാവിറ്റി വലിയുന്നതോടെ അനന്തമായ ഗുരുത്വാകർഷണം രൂപപ്പെടുന്നു. ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നു.